സോ ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റിൻ്റെ മറ്റൊരു കിടുക്കാച്ചി മോഡായിട്ട്. സോ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വേൾഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ MC ഗെയിമർ ഓരോ ദിവസം കൂടുമ്പോൾ എന്തൊക്കെയോ എക്സ്പെരിമെൻറ്റ് കണ്ടുപിടിച്ച് ഈ വേൾഡ് കുളമാക്കി വെച്ചിരിക്കുകയാണ്. ഈ വേൾഡിൽ അവൻ എന്ത് എക്സ്പെരിമെൻ്റ് വെക്കുക. അപ്പോൾ അവൻ്റെ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡാമേജ് എടുത്തു കഴിഞ്ഞാൽ OP ഐറ്റംസോ അല്ലെങ്കിൽ റാൻഡ് ഐറ്റംസ് കിട്ടുന്നതാണ് പറയണത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ മരത്തിനെ വേണ്ടതെന്നാല് എടുത്ത് ചാടി നോക്കുക. ഈ ചങ്ങായി ആണെങ്കിൽ കണ്ട വേൾഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കയറ്റി വെക്കും ഗൈസ്, എന്നിട്ട് ബാക്കിയുള്ളവർക്കാണ് പണി കിട്ടണത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് പണി കിട്ടാനല്ല ഗൈസ് ചാൻസ്, നമുക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന കാര്യമായിട്ടാണ് ഇവൻ്റെ ഈ പരീക്ഷണമായ വേൾഡിൽ ഞാൻ കയറിയത്. അപ്പോൾ ചാടി നോക്കാമല്ലേ ഗൈസ്. ഗൈസ് വർക്കിംഗ് ആണ്, അവൻ്റെ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളും വർക്കിംഗ് ആണ്. ഇത് നമുക്ക് TNT 12 കിട്ടി, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും ഇത് വർക്കിംഗ് ആണ് ഗൈസ്. MC ഗെയിമർ ഒരു കില്ലാടി തന്നെ. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കിട്ടുന്ന റാൻഡം ഐറ്റംസ് വെച്ച് പറ്റാവുന്ന പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കുക. ഹലോ ഡോണ്ട് ക്രിയേറ്റഡ് ബൈ, ഇതൊന്നും മൈൻഡ് ആക്കണ്ട, ബുക്ക് കളഞ്ഞാൽ ഗൈസ് അത് ആദ്യം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്ലാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാക്സിമം പറ്റാവുന്ന പ്രോഗ്രസ്സും കാര്യങ്ങളും ചെയ്യുക. സോ അതിനായിട്ട് നമുക്ക് ഒരു ഫുഡ് വേണം ഗൈസ്. അതെ, നമ്മൾ ഡാമേജ് എടുത്തു കഴിഞ്ഞാൽ ഫുഡ് കിട്ടണമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ മൈൻക്രാഫ്റ്റ് പോലെ കുറച്ചൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഈ കേവിൻ്റെ ഇവിടെ നിന്ന് ചാടി നോക്കാം എന്ത് കിട്ടുന്ന. ട്രിമ്മ് കിട്ടി, പിന്നെ ഒരു ഡൈമണ്ടിൻ്റെ ഹോയ് കിട്ടി. രണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് കളയാൻ ഗൈസ്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഹോയൊക്കെ കളഞ്ഞേക്കാം, ഇതിൻ്റെ ആവശ്യം എന്തിനാ ഗൈസ്, സിൽട്ടൺ ബ്രേക്കിൻ്റെ ഒക്കെ. അപ്പോൾ ഗൈസ് നമുക്കതിനും ഒന്നും കൂടി ഡാമേജ് എടുത്ത് നോക്കാം. ഈ കാണുന്ന മരത്തിന് മണ്ടെന്ന് എടുത്ത് ചാടി നോക്കാം. നല്ല എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നേ. ആ ചങ്ങായി വല്ല ഡയമണ്ട് കിട്ടുന്ന എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്തായിരുന്നെങ്കിൽ. ഗൈസ് നമുക്ക് ഗോൾഡൻ ബ്ലോക്കും അതുപോലെ ഒബ്സിഡിയനും കിട്ടി. അത് ആവശ്യം വന്നിരിക്കണം ഗൈസ്, നമുക്ക് നെതറിൽ പോകുമ്പോൾ ആവശ്യം വരും. നെതറിലൊക്കെ പോവില്ല കേട്ടോ, നമ്മൾ വെറുതെ അറിയത്തില്ല ഗൈസ്, നമുക്ക് പറ്റാവുന്ന അത്രയും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചാടി നോക്കാം. ഗൈസ് ഫുഡ് കിട്ടി, ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്ന തലവേനെടുത്തിരിക്കുമ്പോൾ നമുക്ക് ഗോൾഡൻ ആപ്പിൾ തന്നെ കിട്ടി, ലെറ്റ്സ് ഗോ ഗൈസ്. വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. ഗൈസ് എനിക്കൊരു ഐഡിയ ഉണ്ട് ഗൈസ്, നമുക്ക് വെള്ളത്തിനിടയിൽ നമുക്കുണ്ടല്ലോ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ നമുക്ക് ഡാമേജ് എടുക്കാം. അവസാനം നമുക്ക് ഒരു 1-2 ഹാർട്ട് ആവുന്ന വരെ ഡാമേജ് എടുത്തോണ്ടിരിക്കുക. അപ്പോൾ നല്ല ഐറ്റംസ് കിട്ടിയാലോ ഗൈസ്. എനിക്ക് തോന്നണതുണ്ടല്ലോ, നമ്മൾ ഡാമേജ് എടുക്കുന്ന സ്ഥലം അനുസരിച്ച് ചെയ്യും ഐറ്റംസ് കിട്ടുന്നതാണ് എനിക്ക് തോന്നണേ. നമുക്കത് ഇപ്പോൾ നോക്കാം ഗൈസ്. ഓക്കെ, വേസ്റ്റ് ഐറ്റം, എഗെയിൻ വേസ്റ്റ് ഐറ്റം. ഇതൊന്നും എനിക്ക് വേണ്ട. ട്രിം എന്തിനാണ് എനിക്ക്? വാട്ടർ ബക്കറ്റ് കിട്ടി, അതിരിക്കട്ടെ, അത് ആവശ്യം വരും. ആൻഡ് നമുക്ക് 26 സ്റ്റീക്ക് കിട്ടി ഗൈസ്, കുക്ക്ഡ് സ്റ്റീക്ക്. അത് ആവശ്യം വരും, ഇരിക്കണ്ടേ. ഫുഡല്ലേ ഗൈസ്, ആവശ്യമുണ്ട്, ഫുഡ് ആവശ്യമുണ്ട്. പക്ഷേ ഗൈസ് എനിക്ക് ശരിക്കും വേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമർ, ടൂൾസ് അങ്ങനെ എന്തെങ്കിലും ആണ്. ലൈക്ക് നെതറൈറ്റ് ആർമർ അങ്ങനെ എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചൊരു ഉപകാരമായിരുന്നു. ഇത് ചുമ്മാ വലിയ ആവശ്യമില്ലാത്തതാണ് ഗൈസ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തടി വെട്ടിക്കൊണ്ടിരിക്കാം, നമുക്ക് തടി വെട്ടാം ഗൈസ്. നമുക്ക് എന്നിട്ട് നോർമൽ മൈൻക്രാഫ്റ്റ് പോലെ സ്റ്റോൺ ടൂൾസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മളങ്ങനെ കുറച്ചെങ്കിലും ഈ വേൾഡിൽ പ്രോഗ്രസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡാമേജിങ് എങ്ങനെ എടുക്കാം. അതെ, നമുക്ക് നമ്മുടെ വാട്ടർ സോമിനെ കിട്ടി ഗൈസ്. ഈ ചങ്ങയിനും കൂടെ നമുക്ക് കുറച്ച് ഡാമേജ് എടുത്ത് കഴിഞ്ഞാലേ നല്ല എന്തെങ്കിലും കിട്ടിയാലോ. അടിച്ചു വെച്ചാനെ മച്ചാനെ, നല്ല എന്തെങ്കിലും താ മച്ചാനെ. എന്തിനാണ് ഈ ഡിസ്കൊക്കെ തരുന്നത്? എനിക്ക് അതിൻ്റെ ആവശ്യം എന്താ? ഇത് പിന്നെയും കുറേ ഊച്ചാളി സാധനങ്ങൾ. എടാ നല്ല എന്തെങ്കിലും തടി. ഗൈസ് അയൺ ബ്ലോക്ക് പറ്റുമോ? അതിൻ്റെ അതൊന്നും എടുക്കട്ടെ, അതെനിക്ക് ആവശ്യമുണ്ട്. നമുക്ക് അയൺ ആർമറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ എന്തെങ്കിലും നല്ല ആർമറൊക്കെ കിട്ടുമ്പോൾ അത് ഇട്ടാൽ പോരെ ഗൈസ്. ഓക്കെ, നമുക്ക് 3 അയൺ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ആർമറും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. എന്നാലും മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. പ്രധാനപ്പെട്ട ഷീൽഡ് നമ്മൾ ഉണ്ടാക്കാൻ മറന്നുപോയി. സോ ഷീൽഡ് ഇരിക്കട്ടെ, അത് ആവശ്യമുണ്ട്. ഷീൽഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കെൽട്ടനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അവന്മാർ തട്ടണ്ട ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് നമ്മളങ്ങനെ ഫൈനലി ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. അയൺ ടൂൾസ് ആവാനായിട്ടുള്ള അയൺ നമുക്ക് സെറ്റായില്ല. ബട്ട് സീനില്ല ഗൈസ്, നമുക്കിനിയും ഡാമേജും കാര്യം എടുക്കാറുണ്ട്. സോ അതൊക്കെ നമുക്ക് എടുക്കണം. സോ നമ്മളിങ്ങനെ എക്സ്പ്ലോറിങ് ആണ് ഗൈസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗൈസ് എൻ്റെ 100 IQ ബുദ്ധി ഇപ്പോഴാണ് ഗൈസ് വർക്കാവുന്നത്. നമ്മൾ ചെറിയൊരു സ്റ്റെപ്പ് പോലത്തെ സംഭവം ഉണ്ടാക്കി. ഇനി നമുക്ക് ഗൈസ് ഗോൾഡൻ ക്യാരറ്റ് കിട്ടി, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് എൻ്റെ പ്ലാൻ നമുക്കത് ഇങ്ങനെ ഡാമേജ് എടുക്കാം, എന്നിട്ട് പിന്നെ സ്റ്റെപ്പ് കയറാം. അതാണ് ഗൈസ് എൻ്റെ പ്ലാൻ, ലെറ്റ്സ് ഗോ ഗൈസ്. മൈ ഗോഡ്, നമുക്ക് പിന്നെ ഡയമണ്ട് വുഡൻ ഹോയ് തന്നെ ഡയമണ്ട് വുഡ് ഹോയ് തന്നെ കിട്ടി. ആവശ്യമില്ല ഒന്നുകൂടി. ഇതൊന്നും എനിക്ക് വേണ്ട വെച്ചാൽ വേസ്റ്റ് ഐറ്റമാണ്.
പിന്നെ ഗൈസ് ഈ ഒരു മോഡല്ല നമ്മുടെ MC ഗെയിമറുടെ എക്സ്പെരിമെൻറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാമേജ് എടുത്തു കഴിഞ്ഞാൽ ഐറ്റംസ് കിട്ടുമല്ല, ശരിക്കും ഐറ്റംസ് അവിടെ സ്പോൺ ആവുകയോ ചെയ്യണത്. സോ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുക്കാണ്ടിരിക്കാം, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഡയറക്റ്റായിട്ട് ഇൻവെൻറ്ററിയിലോട്ട് വരുമല്ലേ ഗൈസ് ചെയ്യണേ, അതെന്തായാലും നല്ലൊരു കാര്യമാണ്. ഓ ഗായ്സ് ലെറ്റ്സ് ഗോ. നമുക്ക് നെതറൈറ്റിൻ്റെ ബ്ലോക്ക് കിട്ടി. പക്ഷെ ഇത് കിട്ടിയിട്ടെന്താ ഉപകാരം, നമുക്ക് മറ്റേ ഇതൊക്കെ വേണ്ടേ, ട്രിമ്മൊക്കെ വേണ്ടേ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ഗൈസ്, വേസ്റ്റായിപ്പോയി, ഒരുപാട് മോഹിച്ചു. പകരം നമുക്ക് ഡയമണ്ട് ബ്ലോക്ക് കിട്ടിയെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഡയമണ്ട് ആർമർ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, ലക്ക് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പോയി. ചെസ്റ്റൊക്കെ ഗൈസ് കിട്ടണേ, ഇത് OP ഐറ്റം അല്ല. OP ഐറ്റം അല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡയമണ്ട് ആർമർ കിട്ടി ഗൈസ്. ലെറ്റ്സ് ഗോ. സോ നമുക്ക് തൽക്കാലം നമ്മുടെ അയൺ ആർമർ ചെസ്റ്റ് മാറ്റി വയ്ക്കാം, ഡയമണ്ടിൻ്റെ ഇടാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇത് ഞാൻ പറയുവാണെങ്കിൽ OP ഐറ്റം അല്ലേ ഗൈസ്, ഇത് ശരിക്കും പറഞ്ഞാൽ റാൻഡം ഐറ്റമാണ്. അതായത് നല്ല ഐറ്റംസ് അല്ല ഗൈസ് കിട്ടുന്നത്, നമുക്ക് ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള ഐറ്റംസാണ് കിട്ടുന്നത്. സോ ഗൈസ് ഇവിടെ രാത്രി ആവുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടിയും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുണ്ട്. അതെ ഇത് ഗൈസ് ബാക്കിൽ സോംബിയൊക്കെ വന്ന് തുടങ്ങി, വെറ്റകളുടെ ശല്യം അത് പിന്നെയും വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് ഗൈസ് ദൂരെ ഒരു സ്കെൽട്ടൻ, എന്നെ അടിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഓ ഗൈസ് മെയ്സ്, ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ഡെൻസിറ്റി 5 ഉള്ള മെയ്സ് കിട്ടി ഗൈസ്. എൻ്റെ പൊന്നെ, ഇനി വിൻഡ് ചാർജും കൂടി കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ സ്കെൽട്ടൻ അടിച്ച് നമുക്ക് അത്യാവശ്യം OP ഐറ്റംസ് കിട്ടണമെന്ന് തോന്നണേ. ഒന്നുകൂടി തല്ലി നോക്കാം. ഓക്കെ ബാക്കിൽ നിന്ന് സോബിയൊക്കെ അടിക്കാൻ തുടങ്ങി. അതെ ഗൈസ്. ഡയമണ്ടിൻ്റെ ഹെൽമെറ്റ്, എടാ നെതറൈറ്റിൻ്റെ ബൂട്ട്, എൻ്റെ പൊന്നെ ഗൈസ് ഇത് കൊള്ളാട്ടാ. നമുക്ക് നൈറ്റാണ് കുറച്ചും കൂടി OP ഐറ്റംസ് കിട്ടണം. അത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സ്കെൽട്ടനെ കൊന്നിട്ട് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാം. അതേ ഗൈസ് എമറാൾഡിൻ്റെ ബ്ലോക്കൊക്കെ, എൻ്റെ പൊന്നെടാ എനിക്ക് വയ്യ. അയ്യാ ക്രീപ്പർ ഒറ. അങ്ങനെ നമുക്കപ്പോൾ നമ്മൾ അയൺ ബൂട്ട് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ആർമറും കാര്യങ്ങളും സെറ്റ് ചെയ്തു. ഇത് നമുക്ക് ഡയമണ്ടിൻ്റെ ഹെൽമെറ്റും കിട്ടി. ലെറ്റ്സ് ഗോ. അപ്പോൾ അത്യാവശ്യം ആർമറും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നെ അവൻ തല്ലി ഗൈസ്, സ്കെൽട്ടറിനെ അടിച്ചപ്പോൾ എനിക്ക് വിൻഡ് ചാർജ് കിട്ടി. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഡെൻസിറ്റി 5 ഉള്ള മെയ്സ് പ്ലസ് വിൻഡ് ചാർജ് ഗൈസ്. ഇനി എനിക്ക് എന്തോ വേണം ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. വിൻഡ് ചാർജും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതൊരു ബോസിനെയാണ്. ഏതെങ്കിലും ഒരു ബോസിനെ കൊന്നിട്ട് നമുക്ക് ലൈക്ക് വാർഡനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൈസായിരിക്കും ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ മോഡൊക്കെ കൂടുതലും വാർഡൻ്റെ സ്പോണർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പണ്ട് ഇത് കളിച്ചപ്പോൾ ഇതായിരുന്നു, ഇങ്ങനത്തെ ഏതോ മോഡ് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത് തന്നെയായിരുന്നു ഗൈസ്. ഡേറ്റ് പൊട്ടിച്ചപ്പോൾ OP ഐറ്റംസ് അത് കളിച്ചപ്പോഴും പെട്ടെന്ന് തന്നെ വാർഡൻ്റെ സ്പോണറിനായിരുന്നു നല്ലൊരു കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. സോ ഗൈസ് നമുക്ക് വാർഡൻ്റെ സ്പോണർ കിട്ടിക്കഴിഞ്ഞാൽ വാർഡനായിട്ട് ചെറിയൊരു ഫൈറ്റ് നടത്താം. മിക്കവാറും ചാവാനുള്ള ചാൻസ് ഉള്ളൂ, പക്ഷെ എന്നാലും ലാസ്റ്റ് ഒരു ഫണ്ണി ആയിട്ടുള്ള എൻഡിങ് ആക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. എനിക്കിപ്പോൾ എന്തൊക്കെ കിട്ടിയെന്നുണ്ടോ ഗൈസ്, എലിട്രിയും കിട്ടി, അതുപോലെ വാർഡൻ്റെ സ്പോണറും കിട്ടി. അപ്പോൾ നമുക്ക് ഞാൻ പറയുവാണെങ്കിൽ ഉണ്ടല്ലോ, എലിട്രി സ്ഥിതിക്ക് റോക്കറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉപകാരമായിരുന്നു. പക്ഷേ വാർഡനായിട്ടുള്ള ഫൈറ്റിൽ എനിക്ക് ടോട്ടം ആവശ്യമുണ്ട്, പക്ഷേ ഇതുവരെ നമുക്ക് ഒരു ടോട്ടം പോലും കിട്ടിയിട്ടില്ല ഗൈസ്. പക്ഷേ നമുക്ക് ടോട്ടം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരുന്നേ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് വാർഡൻ്റെ സ്പോണറുണ്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് വാർഡനക്കിട്ട് നമുക്കൊരു ചെറിയ പടി കൊടുക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, മെയ്സ് കിട്ടിയ സ്ഥിതിക്ക് അങ്ങ് പശുക്കൂട്ടിടണം. ജോൾസീര. ലെറ്റ്സ് ഗോ ഗൈസ്. മെയ്സിൻ്റെ ഓരോ പവറേ. ഗൈസ് ഇനി നമുക്ക് താമസിപ്പിക്കണ്ട, നമുക്കിനി നേരെ വാർഡനായിട്ടുള്ള ഫൈറ്റിലോട്ട് പോവാം ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മരത്തിൻ്റെ മണ്ടയിലിരുന്ന് വാർഡനെ സ്പോണാക്കും. ആ കറക്റ്റ് ടൈമിൽ ഞാൻ മെയ്സ് എടുത്ത് തലക്കിട്ടടിക്കും. അങ്ങനെയെങ്കിലും വാർഡനെ കുറച്ച് ഇടാം, കുറച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ഇനി അഥവാ എനിക്ക് ഉന്നം കിട്ടാണ്ട് വാർഡനത് കൊണ്ടില്ലെങ്കിൽ ഞാൻ കുക്കാവും വാർഡൻ്റെ കൈ കൊണ്ട്. പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്, ഇങ്ങനെയൊക്കെയല്ലോ ഓരോ കാര്യങ്ങൾ പഠിക്കണത്. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വാർഡനെ സ്പോണാക്കാം. ഓക്കെ, നമുക്ക് TNT ബ്ലോക്കിൻ്റെ ഇവിടെ നിന്ന് വാർഡനെ സ്പോണാക്കാം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ്. ഓക്കെ 3, 2, 1. സ്പോണായി. തലക്കെട്ടടിക്കാം. ലെറ്റ്സ് ഗോ. അയ്യോ ഗൈസ്, മൂഞ്ചി. അയ്യോ ഇവിടെ ഒറ്റയടിക്കുക, ഹാഫ് ആട്ടോ. മൂഞ്ചി ഓടിക്കോ ഗൈസ്, ഓടിക്കോ. അപ്പോൾ എന്തായാലും നമുക്ക് വാർഡനേക്കാൾ സ്പീഡ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. വാർഡൻ ഇവിടം വരെ ഒന്നും പെട്ടെന്ന് വരില്ല.